ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം സന്തോഷവും വളരെയധികം ആൻസൈറ്റി, വളരെയധികം ടെൻഷനും ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ദിവസം ആക്ച്വലി കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ലൈവിലും എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ആ ഒരു ഡേറ്റ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, വൈഫിന്റെ അഡ്മിഷൻ ആണെന്ന്, ഐ മീൻ പ്രഗ്നൻസി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇന്ന് മൺഡേ ആണ് ഇപ്പൊ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് കിൻഡർ ഹോസ്പിറ്റൽ ചേർത്തലയിൽ അഡ്മിറ്റ് ആവുകയാണ്. ഞങ്ങൾ അവിടെയാണ് കൺസൾട്ട് ചെയ്യുന്നത്, ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞു, ബാഗ് എല്ലാം പാക്ക് ചെയ്താ, ബാഗ് എല്ലാം പാക്ഡ് ആണ്, ഇനി ക്ലോസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഞാൻ, നമ്മുടെ കുഞ്ഞിക്ക, വൈഫിന്റെ അമ്മ എല്ലാവരും കൂടെ ആയിട്ടാണ് ഇപ്പൊ തൽക്കാലം പോകുന്നത്. അപ്പോൾ നാളെയാണ് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് സമയം വൈകാതെ പോകാം. ഇപ്പൊ രാവിലെ ഏകദേശം 7:45 നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. എല്ലാവരുടെയും പ്രാർത്ഥനയോടെ നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. ഞങ്ങൾ എല്ലാവരും ഇറങ്ങും എന്തായാലും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫൈനലി നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇട്ടിട്ട് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ ആ ഒരു സിനേറിയോ കംപ്ലീറ്റ് ഉണ്ടല്ലേ. കുഞ്ഞിക്ക് ഹാപ്പിയാണോ? ഇതിനകത്തുള്ള ആളാണ് ഇനി വരാൻ പോണത്. ശ്രദ്ധിച്ചിടക്ക് വണ്ടി വരുന്നു, റോഡ്. ഫയല് എടുത്തല്ലോ. അതെ, യുവർ ഹാപ്പിനെസ് ഈസ് 100 meters away. അപ്പൊ ഇനി 100 meters കൂടെ നടക്കാനുണ്ടല്ലേ. ഇതെന്ത് മരമായിരുന്നു? ഇതെന്ത് മരമായിരുന്നു? കിവി അല്ലത്, ചിക്കു ഫ്രൂട്ടാ മഞ്ഞത്. ഈ ടൈല് ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതോ, ഇതെന്ത് സാധനമാണ്? അല്ല, ഇങ്ങനെ ഈ റംബൂട്ടാൻ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. കൊള്ളാമോ കട്ട്ലറ്റ്? എരിവും മധുരവും കൂടെ കഴിക്കുവാണ്. അഡ്മിഷൻ ആയിട്ടില്ല. അഡ്മിഷൻ ഇനിയും കുറച്ചുകൂടെ പ്രൊസീജിയേഴ്സ് ബാക്കിയുണ്ട്. നമ്മളപ്പോൾ തൽക്കാലം ഒരു ചെറിയ മീൽസ് പാസ്സാക്കാന്ന് വെച്ചാൽ റൂമിൽ ചെന്നതിന് ശേഷം വലിയ രീതിയിൽ കഴിക്കാം, അല്ലേ മോനെ? ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ചീരയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ഒരു 9 മണിയായപ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്തതാണ്. നമുക്കിപ്പോൾ 3:30 ആയപ്പോഴാണ് റൂം ആക്ച്വലി കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന റൂം ഇന്നും ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയൻ്റ് സ്യൂട്ട് റൂം തന്നെയാണ്. കാരണം നമ്മുടെ സെക്കൻഡ് പ്രഗ്നൻസി ആണ്, പ്രോബബ്ലി ദ ലാസ്റ്റ് പ്രഗ്നൻസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് സ്യൂട്ട് റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ശരി. Yes. കുറെ അധികം നമ്മളിട്ടുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് അല്ലേ. രാവിലെ വന്ന് കയറിയതാ. അപ്പൊ സ്യൂട്ട് റൂം ആയതുകൊണ്ട് തന്നെ ഒരു മൈക്രോവേവ് ഓവൻ ഉണ്ട്, പിന്നെ നമുക്കൊരു റെഫ്രിജറേറ്റർ ഉണ്ട്, കബോർഡ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു ഡൈനിങ് ടേബിൾ അവൈലബിൾ ആണ്, കിച്ചൺ ടേബിൾ ഉണ്ട്.
പിന്നെ 2 ബൈസ്റ്റാൻഡർ ബെഡ്സ് അവൈലബിൾ ആണ്. അതൊരു വലിയൊരു ഗുണമാണ് ആക്ച്വലി നമുക്ക്. പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ബെഡ് ഉണ്ട്, ടെലിഫോൺ ഉണ്ട്. പിന്നെ എമർജൻസി സർവീസുകളെല്ലാം അവൈലബിൾ ആണ്. 24/7 എമർജൻസി അവൈലബിൾ ആണ്. കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഇത് സ്യൂട്ട് ആയതുകൊണ്ട്. അതുപോലെ ഫുഡ് റൂമിനകത്ത് വരത്തില്ലല്ലോ. പിന്നെ അതുപോലെ തരക്കേടില്ലാത്ത ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഷവറുണ്ട്. ഒരു ഹ്യൂജ് കർട്ടനാണ്, കണ്ടില്ലേ? അതുപോലെ നല്ലൊരു അടിപൊളി വ്യൂ. ഒരു ചെറു തീപ്പരി മതി എല്ലാം കൂടെ ആളി പിടിക്കാനായിട്ട് അപ്പുറത്ത്. കുഞ്ഞിക്കേ റൂമൊക്കെ ഇഷ്ടപ്പെട്ടാ? ഒത്തിരി ഇഷ്ടപ്പെട്ടാ? സെറ്റ് ആവും അല്ലേ? ആ, ഹോട്ടൽ പോലെ ഉണ്ടോ? ആഹാ, ടൂറ് പോയ ഫീൽ ഉണ്ടല്ലേ? നമ്മൾ ഇവിടെ സെറ്റായി. സത്യം ശരിക്കും ബുദ്ധിമുട്ടി. രാവിലെ വന്ന് കയറി എത്ര നേരമായിട്ട് ഇവിടെ നമ്മുടെ ഇവിടെ കഷ്ടപ്പെടുന്നറിയാം. ആദ്യം തന്നെ നമ്മൾ അപ്പോയിൻമെന്റ് നമ്മൾ എടുക്കാതെ പോയി, നമ്മളത് നോട്ട് ചെയ്തിട്ട് എടുക്കാതെ പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് തെറ്റായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ചെക്കപ്പിൽ കൃത്യമായിട്ട് ഇന്നത്തെ ഡേറ്റ് നമ്മൾ ഷെഡ്യൂൾ എടുത്തിട്ടാണ് പോയത്. പക്ഷെ അവരിപ്പോൾ നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ പറയുകയാണ് നമ്മൾ അങ്ങനെ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ടില്ല. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ നെയിമാണ്. പക്ഷേ അവരത് വിളിക്കാതെ മറ്റുള്ളതെല്ലാം വിളിച്ച് പോകും. എന്നിട്ട് അവർ പിന്നെ നമ്മൾ ചോദിക്കാൻ പറയും ഇല്ല വിളിക്കാം എന്ന് പറയും. നമ്മൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇത്തവണ ഈ ഒരു കിൻഡർ ഹോസ്പിറ്റലിൽ നമുക്ക് ശരിക്കും ഫീൽ ആയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഡെലിവറിക്ക് ഏകദേശം ഒരു 75,000+ ആണ് നമുക്ക് വന്നത്. പക്ഷേ ഇത്തവണ ഈ ഒരു സ്യൂട്ട് റൂമിന്റെ കാര്യം വിട്, സ്യൂട്ട് റൂംസിന് ഏകദേശം ഒരു 20,000 അടുത്താണ് സ്യൂട്ട് റൂമിന് ഒരു 3 ഡേയ്സിന് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇവർ ചാർജ് ചെയ്യുന്നത് 80,000 to 85,000 ആണ് അതിന്റെ നോർമൽ ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ. പിന്നെ അതിന്റെ കൂടെ തന്നെ ബേബിയുടെയും മറ്റേ റൂമിലോട്ടുള്ള ഫുഡ്, അതായത് പേഷ്യന്റിന്റെ അല്ല ബൈസ്റ്റാൻഡേഴ്സിനെല്ലാം ഫുഡ് എക്സ്ട്രാ നമ്മൾ പേ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പോൾ ICUയിൽ ഇടണോ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ആണ് എക്സ്ട്രാ ഒരു 20,000 പിന്നെയും വരും. അത് ഈ ഒരു 80,000 + 20,000 കൂടാതെ ഫുഡും കൂടാതെ ഒരു എക്സ്ട്രാ 20,000 കൂടെ വരും. അപ്പൊ അത്രയൊക്കെയാണ് ഇവരുടെ റൂം താരിഫ്, ഈ സ്യൂട്ടും ചേർന്നുള്ളൊരു എമൗണ്ട് എന്ന് പറയാം. സിസേറിയൻ ആണെങ്കിൽ ഒറ്റയടിക്ക് 1 lakh ആണ് അതിന്റെ ഒരു ചാർജ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെയാണ് എക്സ്ട്രാ ഉള്ള ബാക്കി 20,000 പ്ലസ് ഫുഡ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ എക്സ്പെൻസീവ് ആണ് ഇപ്പോ കിൻഡർ ഹോസ്പിറ്റൽ. പക്ഷെ സംഭവം എല്ലാം കൊള്ളാം. റൂമൊക്കെ അടിപൊളിയാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ഫീൽ ഉണ്ട്, നല്ല ലക്ഷറി ഫീൽ ഉണ്ട് ആക്ച്വലി. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ബാക്കി ഇനി എന്തായാലും ഞങ്ങൾ കുറെ റെസ്റ്റ് എടുക്കട്ടെ. അപ്പൊ എന്തായാലും പ്രോബബ്ലി നാളെ ഉള്ളൂ ഡെലിവറി. ഇപ്പൊ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും എല്ലാം മംഗളകരമായിട്ടും സന്തോഷകരമായിട്ടും സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹലോ, എന്താണ് പരിപാടി? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മള് ഈവനിങ് ആയി, ഏകദേശം ഒരു 6 o'clock ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അറിയാലോ പ്രഗ്നന്റ് ആണ്, ഡെലിവറി അടുത്ത ദിവസമാണ്, നാളെയാണ്. അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് നടക്കണം എന്നുള്ള കാര്യം എല്ലാവർക്കും ഒരു പക്ഷേ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് ഒന്ന് നടക്കാൻ തുടങ്ങിയാണ്. മറ്റവിടെ എല്ലാം നമ്മുടെ കോറിഡോറിൽ തന്നെ. ഡെലിവറി കഴിഞ്ഞ റൂമുകളാണെങ്കിൽ ഇതുപോലെ ബേബി ബോയ് ആണെങ്കിൽ ഇതുപോലെ ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും ബലൂൺസ് വെക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ആക്ച്വലി ബേബി ഗേളിന്റെ, അത് ബേബി പിങ്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവര് ഡെക്കറേറ്റ് ചെയ്ത് പോയത് കാരണം അത് റിമൂവ് ചെയ്തതാ. ഈ ഒരു റൂമിലും ഇപ്പൊ ബേബി ബോയ് ജനിച്ചിട്ടുണ്ട്. അത് കാരണം ആ റൂമിന്റെ ഡോറയിലും ബ്ലൂ ബലൂൺ ഇങ്ങനെ എന്തൊക്കെ നോക്കട്ടെ. ഹലോ, എന്താണ് പല 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 സ്ഥലങ്ങളിൽ ഇരുന്ന് TV ആസ്വദിക്കുകയാണോ താങ്കൾ? ആരാ കിടക്കുന്നത്? ആ കിടക്കുന്ന ആരാ? ഗോഡ്സില്ലയാണോ അത്? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് സമയം ഇങ്ങനെ ഒരുപാട് കിടക്കുകയാണ്. അപ്പൊ സമയം ചെലവാക്കാൻ വേണ്ടിയിട്ട് ഗുണകരമായ അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള കളികളായിട്ടുള്ള ഏണിയും പാമ്പും ഞങ്ങൾ 4 പേരും കൂടെ പയറ്റാൻ പോകണം. അല്ലേ കുഞ്ഞിക്ക? ആ കുഞ്ഞിക്ക് കേറിയല്ലോ. വിച്ച് കളർ ഇസ് യുവേഴ്സ്? ബ്ലൂ. ഓക്കെ, സ്റ്റാർട്ട്. സോ കുഞ്ഞിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഇനി എന്തിയുടെ ഭാഗ്യം രക്ഷിച്ചില്ല. കുഞ്ഞിക്കളി
ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ടും ആവശ്യത്തിനുമായാലും ഫോൺ നമ്മൾ കുഞ്ഞിക്കിന് ഒരു തരത്തിലും കൊടുക്കാറില്ല. ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നത് എന്താ, കുട്ടികളായിട്ട് കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ അങ്ങനെ ഇരുത്തിയിരിക്കുക. അവരുടെ മറ്റൊരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അവർ എങ്ങനെ ഇരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞിക്കിന് നമ്മൾ ഒരിക്കലും ആ രീതിയിൽ വളർത്തുന്നില്ല. നമ്മൾ ഒരു കാരണവശാലും എവിടെ പോയാലും എത്ര ബോറടിച്ചെന്ന് പറഞ്ഞാലും ഫോൺ നമ്മൾ കൊടുക്കാറില്ല. വീട്ടിലായാലും ഫോൺ കൊടുക്കത്തില്ല. ടി വി ആയാലും നിശ്ചിത സമയത്തിന് മാത്രമേ നമ്മൾ അലോ ചെയ്യത്തുള്ളൂ. ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ്, ഇത്രയൊക്കെ നമ്മൾ ആ ഒരു ചിട്ടയോടെയാണ് വളർത്തുന്നത്. കാരണം എല്ലാവരും അങ്ങനെ വളർത്തണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഫോൺ എന്ന് പറയുന്നത് വളരെയധികം കുട്ടികൾക്ക് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞു കാലങ്ങളിൽ നമ്മൾ ശീലിച്ച രീതികൾ, അതായത് ഏണിയും ബാബു അതുപോലുള്ള കളികൾ മാത്രമാണ് നമ്മൾ കുഞ്ഞിക്കിനും കൊടുക്കാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലാണ് അവിടെ ഡിന്നറിനുള്ള ഫുഡ് എത്തിക്കഴിഞ്ഞു. ഇത് ഓൺലി ഫോർ പേഷ്യൻറ്റിന് അവർ സജസ്റ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഡിഷ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ചപ്പാത്തി മുട്ടക്കറി, അതാണ് പേഷ്യൻറ്റിനുള്ള സ്പെഷ്യൽ. അത് കംപ്ലീറ്റ് ഫുഡ് ചാർട്ട് അവരാണ് ചാർട്ട് ചെയ്യുന്നത്. നമുക്കൊന്നും സജസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അവർ തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കുക. അത് കനം കുറഞ്ഞ വളരെ ചെറിയ ചപ്പാത്തിയാണ്, പക്ഷെ അതങ്ങനെയാണ്. അപ്പമാണല്ലേ അത്? ഓക്കെ, ഇത് ഞങ്ങൾ സ്പെഷ്യലായിട്ട് മേടിച്ചാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ഓപ്പൺ ചെയ്യും. ചിക്കൻ ഫ്രൈഡ് റൈസ് പ്ലസ് ചിക്കൻ ഫ്രൈ. Yes, it's like Daddy. നല്ല അടിപൊളി മസാല. Now let's make you a vegetable. അവർ പറഞ്ഞത് എന്തെങ്കിലും പെയിനോ എല്ലാം ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ എമർജൻസി ആയിട്ട് അവിടെ അവർക്ക് പുഷ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ അവർ വന്ന് വന്നോളന്ന് പിക്ക് ചെയ്തോളന്ന് പറഞ്ഞേക്കാം. നമ്മുടെ തൊട്ടടുത്താണ് ലേബർ റൂം. അതുപോലെ അല്ല എങ്കിൽ വെളുപ്പിനെ 3 മണിക്ക് നമ്മളെല്ലാം റെഡി ആയിട്ട് ഇരിക്കുക. എന്നിട്ട് അവരെ ഇൻഫോം ചെയ്യുമ്പോൾ അവർ 3:30 അവർ വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടൈം 10 o'clock ആയി. നമ്മൾ നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം സെറ്റപ്പായി. നമ്മുടെ എൻ്റെ മദറിനിലോ അപ്പുറത്തെ സൈഡിൽ കിടപ്പുണ്ട്. നമ്മുടെ കുഞ്ഞിക്ക കാണിക്കുവാനേ, കുഞ്ഞിക്ക കിടക്കാൻ. നിങ്ങളിപ്പോ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് ഒരു സ്യൂട്ട് റൂം മേടിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ തറയിലൊക്കെ കിടക്കുന്നത്? നമുക്ക് ഓൾറെഡി ബൈസ്റ്റാൻഡർ ബെഡ്സ് ഉണ്ട്. 3 ബൈസ്റ്റാൻഡർ ബെഡ്സും പിന്നെ നമുക്ക് സോഫ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുമിച്ച് കിടക്കണമല്ലോ. ഇവൻ ഒറ്റയ്ക്ക് മോളിൽ കിടത്ത് ചിലപ്പോൾ താഴെ വിടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കാരണം ഞങ്ങൾ എന്തായാലും 2 ബൈസ്റ്റാൻഡർ ബെഡ് ഒരുമിച്ച് തറ കെട്ടിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോകാൻ കാണിച്ചു തരാം. റെഡിയാണോ കുഞ്ഞിക്കെ? Good night. Sweet dreams. Yeah, see you in the morning. നാളെ നമ്മുടെ ബേബി വരും അല്ലേ മോനെ? ആണോ? ആ ഓക്കെ, കിടന്നു മോൻ, പൊതച്ച് കിടന്നു. ഇല്ലേ, ഇത്രയും AC ഉണ്ടായിട്ടും ഫാൻ ഉണ്ടായിട്ടും തണുക്കുന്നില്ലേ? ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ വെളുപ്പിനെ 4 മണിയായി. നമുക്കൊരു 3 മണിയായപ്പോൾ അവരുടെ കോള് വന്നു, റെഡി ആയിട്ടൊക്കെ ഇരുന്നോളാൻ പറഞ്ഞു. ഇപ്പോൾ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് മെയിൻ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരിയെ നമ്മുടെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് അറൗണ്ട് 3:30 ആദ്യം ഒരു ഇനിഷ്യൽ ചെക്കപ്പ് ആയിരുന്നു. അതിനുശേഷം 5:30 ആയപ്പോഴേക്കും പ്രോപ്പർ അഡ്മിഷൻ ചെയ്തു, ലേബർ റൂമിലോട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ടൈം ഏകദേശം 9 o'clock ആവാറായി. അപ്പോൾ എന്തായാലും ഇവിടെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞിട്ടു. അപ്പോൾ നമുക്ക് എനിക്കും നമ്മുടെ കുഞ്ഞിക്കും പോയി നമ്മുടെ കഫേയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ഓക്കെ ഗായ്സ്, അപ്പോൾ ഏറെ നേരമായിട്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഒടുവിൽ നമ്മുടെ ബേബി എത്തിക്കഴിഞ്ഞു. വാ, നമുക്ക് എല്ലാവർക്കും കൂടെ കാണാൻ പോകാം. കണ്ണുറന്ന് നോക്കുക ചേട്ടനെ. ചേട്ടനെ നല്ല ചേട്ടന്
കയ്യൊന്ന് പൊടിയില്ല പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. ഒരു മിനിറ്റ് ക്ലീനൊക്കെ ചെയ്ത് ഓക്കെ. ആരാടാ കയ്യില്? ഹലോ, ഉറങ്ങുവാണോ ബേബി? പാവം ബേബിയാണോ? ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബേബി കാര്യങ്ങളെല്ലാം റൂമിലേക്ക് കൊണ്ടുവന്നു. ഇതിപ്പോ ആക്ച്വലി പിറ്റേ ദിവസമാണ്. ഇന്നലെ ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ബാക്കി ഉണ്ടായിരുന്നതാണ് ഇന്നലെ നമ്മൾ അധികം ഷൂട്ട് ചെയ്തായിരുന്നു. നമ്മുടെ കുഞ്ഞിക്കന്റെ കയ്യിൽ ബേബിയൊക്കെ വരുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു, ആ സീക്വൻസ് ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ബേബിയെ കാണാലോ. അതിനെന്താ, രണ്ടു ദിവസം കൂടെ നമ്മൾ ഇവിടെ തന്നെ തങ്ങുന്നതുകൊണ്ട് ഇവിടുത്തെ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ബ്ലോഗിലുള്ളത്. നമ്മുടെ ബേബി ഉണ്ടല്ലോ, പിന്നെ നമ്മുടെ കുഞ്ഞിക്കുണ്ടല്ലോ സ്വന്തം അല്ലേ. അപ്പൊ ഇന്നത്തേക്കുള്ള ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വൈഫിന് വേണ്ടി സ്പെഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വരാല് കറിയാണ്. അറിയാലോ, വരാലിന്റെ മുറിവിനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് വൈഫിന്റെ മദറിന് വേണ്ടിയുള്ള, അതായത് എന്റെ മദറിനിലേക്ക് വേണ്ടിയുള്ള കഞ്ഞിയാണ്. അത് മറ്റമ്മയ്ക്ക് വയറിന് അത്ര സുഖമില്ല, ഗ്യാസ് കയറിയിട്ട് അത് കാരണമാണ്. പിന്നെ വൈഫിന് സ്പെഷ്യലായിട്ടുള്ള മീൽസ് ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെന്താ സാധനം? അത് കൊള്ളാലോ, പടവലിങ്ങ പരിപ്പ് ചമ്മന്തി. ഇത് അവിയല്, അവിയല്, ചമ്മന്തി, നാരങ്ങാച്ചാർ, ഫിഷ് കറി. ഇതെനിക്ക് കോംപ്ലിമെന്ററി ആണോ? അതല്ല, കോംപ്ലിമെന്ററി അല്ലേ, ഇത് സ്പെഷ്യൽ മേടിച്ചത് നമ്മൾ. കഴിക്കാതെ പറ്റാത്തത് കൊണ്ട് കഴിക്കേണ്ടി വരുന്നു. വരാൽ എല്ലാരും വരുമോ? ഇതെന്തോ ഒരു പൊതി ഉപ്പാണല്ലേ. എനിക്ക് പൊടിയേരിക്കഞ്ഞി. പൊടിയരിക്കഞ്ഞി ഇന്നലെ തൊട്ട് ഉച്ചയ്ക്കും രാത്രി എല്ലാം പൊടിയരിക്കഞ്ഞിയാണ്. ഒരാൾ ഇവിടുത്തെ ഫുഡൊക്കെ മോശമാണെന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്ത് കാരണം അത് വലിയൊരു കാര്യമായി. അത് കാരണം ഇപ്പൊ എല്ലാം ഹൈ ക്വാളിറ്റി ഫുഡാണ്. എല്ലാം ഇപ്പൊ ഹൈ ക്വാളിറ്റി ഫുഡാണ് ഇപ്പൊ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഫുഡ് വേണ്ടേ? അങ്ങോട്ട് വരുത്തുന്നില്ല, അവിടെ പോയി കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു കഴിക്കും. എന്ത് വേണം? അപ്പൊ എന്തായാലും ഗൈസ്, ഞാൻ എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുത്തെ മെനു ഒക്കെ നോക്കി നല്ല സമാധാനമായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്കിവിടെ റൂമിലൊക്കെ കൊണ്ടുവന്നിരുന്ന് എനിക്ക് കഴിക്കാൻ വയ്യ. അതാണ് ഏറ്റവും സത്യം പറഞ്ഞ സുഖം. പക്ഷേ അവിടെ പോയി മെനു ഒക്കെ നോക്കി അവിടെ കണ്ട് കൊതി പിടിച്ചൊക്കെ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ പോകാം. ആക്ച്വലി ഇവിടെ ഷൂട്ടിംഗ് ഒന്നും അലൗഡ് അല്ല കേട്ടോ. നമ്മുടെ ഹോട്ടൽ, ഐ മീൻ ഹോസ്പിറ്റൽ പ്രിമൈസസിലൊന്നും ഷൂട്ടിംഗ് അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാത്തത്. ഊർന്ന് വന്ന പ്രതീതിയിലാണ്. കഞ്ഞി കുടിക്കുന്നതല്ല, ഇവിടെ വന്നത് ഐ മീൻ ഡിസ്ചാർജ് പ്രോസസ്സിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 11 മണി രാവിലെ. അപ്പോൾ നമ്മുടെ ബേബി ജനിച്ചത് വൈകുന്നേരം ഒരു 3:41 റെക്കോർഡിക്കലായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രൊസീജിയർ കൊണ്ട് തന്നെ ഇവരുടെ പ്രൊസീജിയർ പ്രകാരം 48 മണിക്കൂറിന് ശേഷമേ നമുക്ക് ഡിസ്ചാർജ് അലോ ചെയ്യുള്ളൂ. പക്ഷെ നമുക്കത് കുഴപ്പമില്ല. ആ ടൈമിലൊക്കെ ഒരുപാട് കെയറിങ് ആണ് ഈ ഹോസ്പിറ്റൽ. അത് കാരണം നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ അവരുടേതായി ഇപ്പൊ ഞാൻ പറയില്ലേ, ഡിസ്ചാർജ് പ്രൊസീജിയർ എന്നോണം അവരുടെ ഫീഡ്ബാക്ക് ഫോം കൊണ്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അതായത് അഡ്മിഷൻ സ്റ്റാഫ്, നമുക്ക് ഭക്ഷണം കൊണ്ട് തരുന്ന ആൾക്കാരുടെ റിയാക്ഷൻ, ഐ മീൻ അവരുടെ ഒരു എന്താ പറയാ ബിഹേവിയർ എങ്ങനെയാണ്, ചിരിച്ചോണ്ടാണോ അതോ ആ ഒരു രീതിയിൽ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ, ചൂടുണ്ടായിരുന്നോ, ക്വാണ്ടിറ്റി എങ്ങനെയായിരുന്നു, പ്രൈസ് എങ്ങനെയാണ്, ഓരോ കാര്യത്തിനെ കുറിച്ചും അവർ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായുള്ള രീതിയിൽ അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ സാധിക്കും. എനിക്ക് എന്തായാലും പരിപൂർണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ സർവീസിനെ കൊണ്ടും.
അതുപോലെ പ്രൈസും നമുക്ക് വളരെ അത്ര ഭീമമായ വിലയൊന്നുമില്ല, നമുക്ക് വളരെയധികം അഫോർഡബിൾ ആണ്. എന്തായാലും ഓവറോൾ ഞാൻ 5 സ്റ്റാർ തന്നെയാണ് അവർക്ക് റേറ്റിംഗ് കൊടുത്തത്. പറഞ്ഞ അവരുടെ ഇൻ പേഷ്യൻ ഫീഡ്ബാക്ക് ഫോം, ഇതിലെല്ലാ സാധനങ്ങളും കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ സ്യൂട്ട് റൂം ആയതുകൊണ്ട് ആ ഒരു പ്രിവിലേജ് ഉള്ളത് കൊണ്ടും പിന്നെ ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റാലിറ്റി വളരെയധികം സൂപ്പർബ് ആയതുകൊണ്ടും നമ്മുടെ ഇന്നത്തെ ഫൈനൽ മീലാണ് ആക്ച്വലി. മിക്കവാറും നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ആണല്ലോ, അത് കാരണം ഇന്ന് വലിയ ഗംഭീരമായിട്ടുള്ള ഊണൊക്കെയാണ് അവർ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഒബ്വിയസ്ലി ഇത് വരാൽ ഫ്രൈ ആണ്, നമ്മുടെ കുഞ്ഞിക്കിന്റെ ആണ് വരാൽ ഫ്രൈ അല്ല കുഞ്ഞിക്ക്. ഓക്കെ, പിന്നെ ഇത് രണ്ടും കഞ്ഞിയാണ്. അമ്മയ്ക്കുള്ളതും കുഞ്ഞിക്കിനും കഞ്ഞി മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവർക്ക് രണ്ടുപേർക്കുള്ള കഞ്ഞി, ഇത് നമ്മുടെ വൈഫിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ഊണാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്രയും ദിവസം നമ്മുടെ നോർമൽ പ്ലേറ്റിലായിരുന്നു നമ്മുടെ പേഷ്യന്റിനുള്ള കൊടുക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ കണ്ടെയ്നറിനകത്താണ്. സാധനമാണ് പാവയ്ക്ക് തീയല്, കോവയ്ക്ക്, വെണ്ടയ്ക്ക തീയലാന്നല്ലേ, വെണ്ടയ്ക്ക്, സാമ്പാർ. അത് സാമ്പാർ എന്തായാലും ഇനി ഒന്ന് മാത്രമേ ബാക്കിയുള്ളൂ, അതെന്തായാലും ചോറായിരിക്കണം. അതെ കുഞ്ഞിക്കേ, വിശക്കുന്നുണ്ടാ? ദേ അത്രയും ക്ലോസ് റേഞ്ചിൽ ഇരുന്ന് കാണരുത് പറഞ്ഞല്ലേ TV, അവിടെ പോയിരുന്ന് കാണുക. നല്ല മോൻ, നമ്മൾ എപ്പോഴും ഹെൽത്തി ഹാബിറ്റ്സേ ചെയ്യാവുള്ളൂ. സ്കൂളിൽ പഠിക്കുന്നതല്ലേ അല്ലേ? ഫിഷ് ഫ്രൈ കഴിക്കണ്ടേ വരാലേ? യെസ്. കുഞ്ഞിക്കേ ബാക്കി പോയിരുന്നാണ് വീഡിയോ, ആൾക്കാർ വഴക്ക് പറയും, പോയിരുന്നാണ്. ഓക്കെ, കുഞ്ഞിക്കിന് വിശക്കുന്നു. കുഞ്ഞിക്ക് വരാൽ, സോറി കുഞ്ഞിക്ക് വരാലല്ല, കുഞ്ഞിക്കിന് വരാൽ അല്ല, വരാല്ല, സിലോപ്പിയ. നല്ല പൊടിയേരി കഞ്ഞി. ഇവിടെ കഞ്ഞിയുടെ ബഹളമായിരുന്നു ഇവിടെ വന്നപ്പോ തൊട്ട്. ഓക്കെ, കുഞ്ഞിക്കിന്റെ കഞ്ഞി. ഓക്കെ ഗൈസ്, അപ്പോൾ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ കരുതി നമ്മളെല്ലാം സെറ്റാക്കുന്ന സമയത്താണ് നമ്മൾ അറിഞ്ഞത് നമുക്കിപ്പോൾ ഒരു കോൾ വന്നത്. അതായത് നമുക്കൊരു കോംപ്ലിമെൻ്ററി, നമ്മളിപ്പോൾ സ്യൂട്ട് റൂം ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കൊരു കോംപ്ലിമെൻ്ററി ഫോട്ടോഷൂട്ട് ഉണ്ട്. അതായത് ഫോട്ടോഷൂട്ട് ചെയ്യും, എന്നിട്ട് അതിൽ ഒരു ഫോട്ടോ അവർ നമുക്ക് ഫ്രെയിം ചെയ്ത് അവർ നമുക്ക് തരും കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ അവർ ഒത്തിരി ഫോട്ടോസ് എടുക്കും. അതിലൊരു 10 എണ്ണം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 10 എണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് വർക്ക് ചെയ്ത് നല്ല അടിപൊളിയാക്കി ക്രിയേറ്റീവായിട്ട് തരും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിന് 2000 rupees 10 എണ്ണം എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഡിസ്ചാർജും കഴിഞ്ഞു, ഫോർമാലിറ്റീസും എല്ലാം കഴിഞ്ഞു, ഡ്രൈവും എല്ലാം കഴിഞ്ഞു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10:30 അപ്പോൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ. കാരണം ഇത്രയും നേരം നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിയൊന്ന് ഡിസ്ചാർജ് ആയി കിട്ടാനുണ്ട്. പക്ഷേ ഫൈനലി നമ്മൾ വീട്ടിലെത്തി, അതിലൊരുപാട് സന്തോഷം. ഓക്കെ ഗായ്സ്, അപ്പോൾ വീട്ടിലെത്തി നമ്മുടെ ഫാമിലി മെമ്പർ നമ്മുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം. അതുവരെ ദിസ് ഈസ് യുവർ MD signing off. See you in the next video. Bye.